വയനാട്ടിലെ ആളെക്കൊല്ലി കാട്ടാന ബേലൂർ മഖ്നയെ മയക്കുവെടി വെക്കാനുള്ള ദൌത്യം തുടരും. ദൌത്യം അവസാനിപ്പിക്കാൻ സമയമായിട്ടില്ല എന്ന് വനം മന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞു. മയക്കുവെടി വെക്കുന്നതിന് കാലതാമസം ഒഴിവാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തദ്ദേശ റവന്യൂ പോലീസ് വകുപ്പുമായി ചേർന്ന് പുതിയ പദ്ധതി നടപ്പാക്കുമെന്നും മന്ത്രി പറഞ്ഞു. വനംവകുപ്പിൻ്റെ കൂടെ ചേർന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പിനും പ്രവർത്തിക്കേണ്ടതുണ്ട്. ഇന്നത്തെ യോഗത്തിൽ അവരില്ലായിരുന്നു. അവരെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പ്, റവന്യൂ വകുപ്പ്, പോലീസ്, വനംവകുപ്പ് എന്നിവരുടെ ഒരു കൂട്ടായ്മയാണ് ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾ നിർണ്ണയിക്കുക. മയക്കുവെടി വെക്കാനുള്ള ഉത്തരവ് കൊടുക്കുന്നതിലുൾപ്പെടെ കാലതാമസം ഒഴിവാക്കാൻ അത് ത്വരിതപ്പെടുത്തണമെന്നും തീരുമാനിച്ചിട്ടുണ്ട്. വളരെ കാര്യക്ഷമമായി തന്നെ ആ ശ്രമം തുടർന്നുകൊണ്ട് പോകും. അത് അവസാനിപ്പിക്കാൻ സമയമായിട്ടില്ല. വന്യജീവി സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ വയനാട്ടിൽ സ്പെഷ്യൽ ഓഫീസറെ നിയമിക്കും. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന ജനപ്രതിനിധികളുടെ യോഗത്തിലാണ് തീരുമാനം. CCF റാങ്കിലുള്ള വനം വകുപ്പ് ഉദ്യോഗസ്ഥനെയാണ് നിയമിക്കുക. MT പ്രതീഷ് ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. പ്രതീഷ്, ഈ വനമേഖലയോട് ചേർന്ന് ജീവിക്കുന്ന ആളുകൾക്ക് വലിയ ആശങ്കയുണ്ട്. ഈ സാഹചര്യത്തിൽ ഇവരുടെ ആശങ്ക അകറ്റാൻ ഉതകുന്ന തരത്തിലുള്ള തീരുമാനമാണോ മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്? തീർച്ചയായും പ്രവിത, കാരണം വയനാട്ടിൽ ഉൾപ്പെടെ വന്യജീവി ആക്രമണങ്ങൾ രൂക്ഷമായതോടെയാണ് മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ ഇടപെടുന്നതും. നേരത്തെ ഉന്നതതല യോഗം വിളിച്ച് ചില തീരുമാനങ്ങൾ എടുത്തിരുന്നു. അതിന് പിന്നാലെയാണ് വയനാട്ടിലെ ജനപ്രതിനിധികളുമായി മുഖ്യമന്ത്രിയും വനമന്ത്രിയും ഇന്ന് ചർച്ച നടത്തിയത്. ഇതിലെടുത്ത സുപ്രധാനമായ തീരുമാനം വയനാട്ടിൽ സ്പെഷ്യൽ ഓഫീസറെ നിയമിക്കാനുള്ളതാണ്. CCF റാങ്കിൽ കുറയാത്ത സ്പെഷ്യൽ ഓഫീസറെ ആയിരിക്കും വയനാട്ടിൽ നിയമിക്കുന്നത്. ഈ ജനപ്രതിനിധികൾ ഈ യോഗത്തിൽ ഉന്നയിച്ച പരാതികളിലൊന്ന് ഈ നടപടികൾ കൈക്കൊള്ളുന്നതിലെ കാലതാമസമാണ്. വന്യമൃഗങ്ങൾ ഈ നാട്ടിലേക്ക് ഇറങ്ങുമ്പോൾ മയക്കുവെടി വയ്ക്കുന്നതിലടക്കം വലിയ കാലതാമസമുണ്ട്. അതുകൊണ്ട് തന്നെ ഇക്കാര്യങ്ങൾ പരിഗണിക്കണമെന്നൊരു ആവശ്യം മുന്നോട്ട് വച്ചു. ഇതിലും സർക്കാർ നടപടി സ്വീകരിക്കുമെന്ന ഒരു ഉറപ്പാണ് നൽകിയത്. നിലവിൽ ചീഫ് വൈൽഡ് ലൈഫ് വാർഡനാണ് കൂടുതൽ അധികാരങ്ങളുള്ളത്. മയക്കുവെടി വയ്ക്കുന്നതിനടക്കം അധികാരങ്ങളുള്ളത് ആ ഉദ്യോഗസ്ഥനാണ്. ഇതിൽ CCF റാങ്കിലുള്ള ഉദ്യോഗസ്ഥനടക്കം ഇത്തരത്തിൽ അധികാരം നൽകുന്ന കാര്യം കേന്ദ്രവുമായി ചർച്ച ചെയ്യും. അത് പരിശോധിക്കുമെന്നതാണ് വനമന്ത്രിയും വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ മേലൂർ മഗ്ന ദൗത്യമടക്കം ഊർജിതപ്പെടുത്തുകയാണ്. കൂടുതൽ വിവിധ വകുപ്പുകളുടെ ഏകോപനത്തോടു കൂടിയുള്ള പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തും. ഈ ദൗത്യം അവസാനിപ്പിക്കാൻ സമയമായിട്ടില്ല. കാര്യക്ഷമമായി തന്നെ ഈ ദൗത്യം തുടരുകയാണ്. ഈ ചില ജനപ്രതിനിധികൾ ഡോക്ടർ അരുൺ സക്രിയെ അടക്കം ഈ ദൗത്യത്തിലേക്ക് കൊണ്ടുവരണമെന്നൊരു ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. ഇക്കാര്യങ്ങളടക്കം പരിശോധിച്ചു വരികയാണ്. ഇതിൽ മൃഗസംരക്ഷണ വകുപ്പിന്റെ കൂടി ഒരു തീരുമാനം വേണ്ടതുണ്ട്. അതിലും ചർച്ച നടക്കുകയാണ് എന്നതാണ് വനമന്ത്രി പ്രധാനമായും പറഞ്ഞിരിക്കുന്നത്. എന്തായാലും കാര്യക്ഷമമായി സർക്കാർ ഇടപെടുന്നു എന്നുള്ളൊരു ഉറപ്പ് തന്നെയാണ് ഈ യോഗത്തിൽ മുഖ്യമന്ത്രിയും ജനപ്രതിനിധികളുമായി പങ്കുവച്ചത്. പ്രവിത, ശരി. MG പ്രതീഷാണ് വിവരങ്ങൾ നൽകിയത്.